ഹലോ, ഇന്നെൻ്റെ വെയിറ്റ് ലോസ് ജേണിയുടെ 26ാമത്തെ ദിവസമാണ്. 26ാമത്തെ ദിവസത്തിലേക്ക് ഇതേ കാലെടുത്ത് വച്ചിട്ടുണ്ട്. ഇനി വെറും 4 ദിവസവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ 30ാമത്തെ ദിവസത്തിലേക്ക് എത്തും. വളരെ അധികം സന്തോഷമായിട്ടാണ് ഞാൻ പോകുന്നത്. കാര്യം ഓരോ ദിവസം വെയിറ്റ് നോക്കുമ്പോഴും അതിൻ്റെ പ്രോഗ്രസ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. കഴിയുമ്പോഴല്ല, 2ാമത്തെ ദിവസം കഴിയുമ്പോൾ 2ാമത്തെ ദിവസം ആകുമ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഈ 69.85 എവിടെ വരെ എത്തി എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ 5 കിലോ കുറച്ചോ, 4 എത്തിയുള്ളൂ, 6 കിലോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. കാരണം ഞാൻ വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം എനിക്കും കറക്റ്റായിട്ട് അറിയില്ല 28ാമത്തെ ദിവസം ആകുമ്പം എന്ത് ചേഞ്ചാണ് എനിക്ക് ഉണ്ടാകുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് അടിപൊളിയായിട്ടാണ് ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വെയിറ്റ് ലോസ് നല്ല രീതിയിൽ കൊണ്ടുപോവുക. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ക്ഷീണോ വയ്യായിക ഉണ്ടാകുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓവറായിട്ട് ബോഡി സ്ട്രെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഓവറായിട്ട് ബോഡീനെ നമുക്കൊന്നും അതിനെ കുറച്ചും കൂടി കഷ്ടപ്പെടുത്താതിരിക്കുക. ആ ഒരു സമയത്ത് ആ ഒരു ഫാസ്റ്റിങ്ങിൻ്റെ ഈറ്റിംഗ് വിൻഡോയുടെ സമയത്ത് ഒരുപാട് വെള്ളം കുടിച്ച് ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വയ്യായിക വെയിറ്റ് ലോസ് കൊണ്ടുവരുന്നത് തന്നെ ആവണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് നോർമലി വയ്യായിക വരുന്നതായിരിക്കും. പക്ഷെ ഒരു വയ്യായിക വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ പറഞ്ഞു എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല. സ്യൂട്ടബിൾ ആവാത്ത അവർക്കാണ് ഇതുപോലെ വയ്യായിക വരുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം ഓക്കെ പിന്നെ അത് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. കാരണം കണ്ടുപിടിക്കുക, ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക, എന്നിട്ട് വേണം മുന്നോട്ട് പോകണോ വേണ്ടേ എന്നുള്ള കാര്യം ചെയ്യാൻ. അതല്ല ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഡയറ്റ് വേണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ആദ്യം ജിമ്മിൽ പോയ സമയത്ത് ഒരു ഫോളോ ചെയ്തുകൊണ്ടിരുന്ന 12 മണി തന്നെയാണ് ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഞാൻ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ടൈമിംഗ് മൊത്തം ചേഞ്ച് ആവും. അപ്പം ആ ഒരു കാര്യം വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ 12 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 8 മണിക്ക് ഉള്ളിൽ ഫുഡ് കഴിച്ച് നിർത്താൻ വേണ്ടി നോക്കുന്നത്. എനിക്ക് വലിയ പ്രോബ്ലം ആയിട്ടില്ല. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് എനിക്കിപ്പോൾ വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ചെറിയൊരു വിശപ്പ് എപ്പോഴെങ്കിലുമൊക്കെ തോന്നലായി. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ വിശപ്പൊന്നും വരുന്നില്ല. എനിക്കതൊരു പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് മീൻസ് എൻ്റെ എപ്പോഴാണോ ഞാൻ വെയിറ്റ് ലോസ് ജേർണി സ്റ്റോപ്പ് ചെയ്യുന്നത് അന്ന് തൊട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ആ ഒരു രീതിയിലേ ഞാൻ കൊണ്ടുപോകുള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ബ്രേക്ക് ചെയ്യാത്തത്. കാര്യം എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞാനത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും അത് എഫക്റ്റ് ആവും, അത് എനിക്കും അത് നല്ല രീതിയിൽ എഫക്റ്റ് ആവും. നമുക്ക് ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ചീറ്റ് ഡേ എടുത്ത് ഒരു ദിവസം ടൈമും മാറ്റി അപ്പം മൊത്തത്തിൽ എന്ത് ചെയ്യും, മൊത്തം നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം എൻ്റെ ആ ഒരു ടൈം കറക്റ്റ് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്നാക്ക് ടൈമിൽ എനിക്കൊരു കഴിക്കണം എന്നൊരു തോന്നലൊന്നും അങ്ങനെ വരില്ല. അതുകൊണ്ട് എനിക്ക് മാക്സിമം ലൈറ്റ് എടുക്കാനേ തോന്നുള്ളൂ. പക്ഷെ എനിക്ക് ഡിന്നർ ടൈം ആകുമ്പോൾ എനിക്കും ഇതുപോലെ തന്നെ വിശപ്പ് തോന്നും. എങ്കിലും എന്താ പറയുക, എനിക്ക് സ്നാക്ക് ടൈമിൽ അങ്ങനെ വിശക്കാറില്ല. ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ എനിക്ക് നട്ട്സ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും കാണാൻ കുഞ്ഞു സാധനമാണെങ്കിലും നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഫില്ലിംഗ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും അത് വയറിനകത്ത് ചെന്നിട്ട് അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്തോളൂ. അപ്പോൾ ആ സമയത്ത് എനിക്ക് നട്ട്സോ ഗ്രീൻ ടീയോ നട്ട്സോ ജിഞ്ചർ വാട്ടറോ ചിയാ സീഡോ എന്തെങ്കിലും എടുത്ത് ഞാൻ അത് ആ ഒരു ടൈം അതിനെ അങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കി. എനിക്ക് അത് മതി. നമുക്കിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു ഡിഫറൻസിൽ എന്തൊക്കെ എടുക്കണം എന്തൊക്കെ എടുക്കണ്ട എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്ത് വരുമ്പോൾ നമ്മളെ ബോഡിയെ നമുക്ക് പരിചയം. അപ്പം നമുക്ക് മനസ്സിലാവും ഏത് ഡയറ്റ് എടുക്കണം, എങ്ങനെ ഡയറ്റ് എടുക്കാൻ പാടില്ല, എന്ത് കഴിച്ചാൽ വണ്ണം കുറയും, ഞാൻ ഈ ഒരു ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വണ്ണം കൂടും, ഈ ഒരു ട്രാക്കിൽ പോയി കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നുള്ള എല്ലാ ഡീറ്റെയിൽഡും നമ്മളെ ബോഡിക്കകത്തുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പോസിറ്റിവിറ്റി ഈ വെയിറ്റ് ലോസിലുണ്ട്. ഒരു വെയിറ്റ് ലോസ് കൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. ഞാനിപ്പോൾ എത്ര വെയിറ്റ് ലോസ് അയച്ചു, 2, 3, 4 വെയിറ്റ് ലോസ് ആയിട്ടുണ്ട്. കാര്യം ഞാനിപ്പോൾ ഇത്രയും വെയിറ്റ് ഞാൻ കുറയ്ക്കുന്നത് ഇപ്പോഴാണ്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും വെയിറ്റ് ഒന്നുമല്ല. 68, 67,
65-66 ഒക്കെ കുറച്ച് ദിവസം മാത്രമേ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ലീവായി നാട്ടിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് എനിക്കത് പിന്നെ പോയി. എന്നാലും 68 ആ ഒരു റേഞ്ച് വരെ വന്നിട്ടുള്ളൂ. ഞാൻ ഇത്രയും പിന്നെ കുറയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു സേഫ് പീരീഡ് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ കൂടിയാലും 1, 2, 3 കൂടിയാലും നമുക്ക് പിന്നെ കുറച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട്. ഇനി നമുക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും കാണാം. അതുവരേക്കും ബൈ ബൈ. ഹലോ, എൻ്റെ 12 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ എന്നും കുടിക്കുന്ന വെള്ളം വെച്ച് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്നെൻ്റെ ലഞ്ച് ടൈമിൽ ഞാൻ എടുത്തേക്കുന്നത് ചോറ്, തോരൻ, പിന്നെ ബ്രോക്കോളിയും കോളിഫ്ലവറും കൂടി ജസ്റ്റ് ഒന്ന് ഉപ്പിൽ ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്താണ്. പിന്നെ മുട്ട, പിന്നെ ബ്രിഞ്ചോൾ ഫ്രൈ ആണ്. അതിൽ ഞാൻ ഓയിൽ ചേർക്കാണ്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്നെൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ പോപ്കോണും ഗ്രീൻ ടീയും ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിന്നർ ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഇന്നെൻ്റെ ഈറ്റിംഗ് വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത് ചോറ്, മുട്ട, തോരൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 27-ാം തീയതി കാണാം. അപ്പോൾ 27-ാം തീയതി കാണുന്നവരേക്കും ബൈ ബൈ.